അത് ഞാൻ ചെയ്യേണ്ടിയിരുന്നത്. പലവട്ടം കരുതിയിട്ടുണ്ട് അടുത്ത് നിൽക്കുമ്പോൾ അങ്ങ് തീർത്തേക്കാന്ന്. ഇത്രയൊക്കെ ആയിട്ടും ഞാൻ ജീവിച്ച തന്നെ അയാൾ എന്തെങ്കിലും ഇല്ലാതാവുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്കുള്ളതെല്ലാം ഇല്ലാതാക്കി പട്ടികളെ പോലെ ഇട്ട് ആട്ടുമ്പോഴൊക്കെ എല്ലാം നശിച്ച അയാൾ മുന്നിൽ നിൽക്കുന്നത് ഒരിക്കലെങ്കിലും കാണണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ വളരെ പെട്ടെന്ന് അങ്ങ് പോയി, ഒന്നിനും നിൽക്കാതെ. ആർക്കും തൊടാൻ പറ്റാത്ത ഒരാളെ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക്? ഇല്ല സാറേ, ഇത്രയും കാലം അയാളുടെ കൂടെ കഴിഞ്ഞിട്ട് അയാൾ എൻ്റെ പേര് വിളിക്കുന്നത് പോലും എനിക്ക് പേടിയാണ്. ഒരു പേര് പോലും ഇല്ലാത്ത ആ പാവത്തിന് അയാളെ കൊല്ലാൻ പോയിട്ടൊന്ന് നോക്കാൻ പോലും ആവില്ല സാർ. അവൾക്ക് അയാളെ കൊന്നിട്ട് എന്ത് കിട്ടാനാ? അയാൾ അവളോട് എങ്ങനെയാ? അയാൾക്ക് എല്ലാ പെണ്ണും കണക്കാ, അയാളെ അനുസരിച്ച് നിന്നാ ജീവിച്ചു പോവാം. അതല്ല, അയാള് വേറെ ഏതെങ്കിലും തരത്തിൽ സെക്ഷൽ ആയിട്ട്? അതിന് അയാൾ അവളെ പെണ്ണായിട്ട് കൂട്ടിയിട്ടുണ്ടെങ്കിലല്ലേ. എന്നെയും കൂട്ടിയിട്ടില്ല, വേലക്കാരല്ലേ. MLA കൊല്ലപ്പെട്ട രാത്രിയിൽ വിനയൻ ആ വീട്ടിലുണ്ടായിരുന്നു. വിനയനാണെങ്കിൽ റാണിയേക്കാൾ MLA കൊല്ലാൻ കാരണവും ഉണ്ടായിരുന്നു. ഓ, അന്ന് വന്നായിരുന്നു. സോന, ഇവൻ ഫണ്ട് എടുത്തത് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നാണ്. അതും നമ്മുടെ പാർട്ടിയുടെ അണ്ടറിലുള്ളത്. അതാ പ്രോബ്ലം ആയത് വിനയാണ്. പ്രോബ്ലം രണ്ട് തരത്തിലുണ്ടെന്ന ലാൽജി ഞാൻ പഠിച്ചത്. ഒന്ന് പരിഹരിക്കാവുന്ന പ്രോബ്ലം, മറ്റൊന്ന് ഒരിക്കലും പരിഹരിക്കപ്പെടരുതെന്ന് കരുതി മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പ്രോബ്ലം. 10 or 20 രൂപയല്ല, അയാൾ ഒറ്റയ്ക്കുണ്ടാക്കിയെടുത്ത നല്ല പേര് നീയായിട്ട് കൊണ്ട് കളയരുത്. ഒറ്റയ്ക്കാ? ഞങ്ങളുടെ ഡാഡിയുടെ പൈസ വെച്ചല്ലേ അയാൾ കളിച്ചത് മുഴുവൻ. വിളമ്പ്. ഞാൻ വിളമ്പാം. അളയ മതി. ചേച്ചി പ്രാ വിളമ്പട്ടെ? കുടിക്കടാ. കുടിക്കടാ. ഡേയ്, നീ ഇപ്പോൾ ഏതായാലും ഇത് കഴിക്കും. എത്ര കഴിച്ചാലും നിന്റെ വിശപ്പ് മാറില്ല, എത്ര കുടിച്ചാലും നിന്റെ ദാഹം തീരില്ല. അറിയാം, ഇനി ഈ നാട്ടിൽ നീ കഴിക്കാൻ പോകുന്ന അവസാനത്തെ ചോറായത്. ഇനി മുതൽ നിനക്ക് ഈ വീട്ടിൽ ചോറില്ല. ഇനി മേലാൽ നിന്നെ ഈ നാട്ടിൽ കണ്ടൂടാ. ഡാഡിയുടേതായിരുന്നില്ല ഇതെല്ലാം? അതിൽ നിന്ന് ഞങ്ങൾ പറ്റിച്ചുണ്ടാക്കിയതല്ലേ അയാൾ കണ്ടതല്ല. എന്നിട്ട് അയാള് ധർമ്മരാജൻ, ഞങ്ങളോ? അവനെല്ലാം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോയതാ അന്ന്. ഇനി തിരിച്ചു വരില്ല ഒരിക്കലെന്ന് പറഞ്ഞിട്ടാ പോയത്. അത്രയ്ക്ക് ദ്രോഹിച്ചവനെ. അവൻ എവിടെയെങ്കിലും പോയി ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുമായിരുന്നില്ലേ? ഒന്ന വഴിക്ക് അവനെ അയാൾ തന്നെ അത് ചെയ്യിച്ചത്.
ആ ആക്സിഡന്റ് ഉണ്ടാക്കിയത് ധർമ്മരാജൻ എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സുഹൃത്തുക്കളെ, കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി SP സാർ നിങ്ങളെ കാണുന്നത് ആയിരങ്ങളുടെ ജീവൻ അപായപ്പെടുത്താൻ ആസൂത്രിതമായ ഒരു വൻ പദ്ധതി ഒഴിവാക്കിയ സാഹചര്യത്തിലാണ്. 100 കെട്ടിടങ്ങൾ ഒരേ സമയം തകർക്കാൻ കഴിയുന്ന, ആയിരക്കണക്കിന് ആളുകളുടെ ജീവനെടുക്കാൻ ശേഷിയുള്ള വൻ സ്ഫോടക ശേഖരമാണ് ധർമ്മപുരത്തെ സമ്മേളന വേദിക്കരികിൽ നിന്നും ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത്. MLA ധർമ്മരാജന്റെ കൊലപാതകവുമായി ഈ സംഭവത്തിനുള്ള ബന്ധം അന്വേഷിച്ചു വരികയാണ്. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ധർമ്മപുരത്തെ ക്ഷേത്രോത്സവം പുനരാരംഭിക്കരുതെന്ന നിർബന്ധം ആർക്കാണ്? എത്രയും വേഗം MLA ധർമ്മരാജന്റെ കൊലപാതകം ഉൾപ്പെടെ ഈ കലാപശ്രമത്തിൽ പങ്കെടുത്ത എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതാണ്. നിങ്ങളുടെ മാധ്യമ കൂട്ടായ്മയിൽ നിന്നുള്ള ഒരു സുഹൃത്തിൻ്റെ ടിപ്പ് ഓഫാണ് റിക്കവറിക്കും ഡിഫ്യൂഷനും സഹായിച്ചത്. ആ എബി സർ, എങ്ങനെയുണ്ട് എബിയുടെ പത്രപ്രവർത്തനമൊക്കെ? ആ തോന്നുന്നു. സംഭവം നടന്ന രാത്രി എബിയുടെ കുഞ്ഞ് റാണിക്കൊപ്പം ഉണ്ടായിരുന്നു. ആ പേരും പറഞ്ഞാണ് അന്നവർ MLAയുടെ വീട്ടിൽ തങ്ങിയതെന്നാണ് MLAയുടെ സഹോദരിയുടെ മൊഴി. അന്ന് നിമ്മിക്ക് ഹോസ്പിറ്റലിൽ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നിമ്മി എൻ്റെ വൈഫ്, ഞാനാണെങ്കിൽ സ്ഥലത്തുമില്ല. അതാ അന്ന് കുഞ്ഞിനെ റാണിയെ ഏൽപ്പിച്ചത്. ഞങ്ങൾക്ക് പറ്റാത്ത ദിവസങ്ങളിൽ റാണി തന്നെയാണ് കുഞ്ഞിനെ നോക്കാറ്. ഇനി രാത്രി വൈകിയാലും റാണി ഉണ്ടാവും. എനിക്കൊന്നും കേൾക്കണ്ട, കാണിച്ചു തരും. ഞാൻ സാമ്പമൂലയുടെ മോനും വിനയനാണ്. ഞാനൊക്കെ ഞാൻ കാണിച്ചു തരും. എനിക്ക് അകത്ത് പോകണം. താനോട് മാറി നിൽക്കണോ? അകത്ത് പോകണം എന്ന് പറഞ്ഞില്ലേ? ആർക്കും എൻട്രി ഇല്ലെന്ന് പറഞ്ഞില്ലേ? എൻ്റെ മോളെ അവിടെ നിൽക്കും. മാറി നിൽക്കണോ? ശീലാമാവനെ കാണണമെന്ന്. അത് പറയണ്ട നേരത്തെ. വരൂ. ഋതു, ഋതു, ഏയ് ഋതു, ഹലോ, എന്തടോ? അച്ഛോ പോട്ടോ. റാണി ചേച്ചി കൊണ്ടുപോയി. നിമ്മി എത്ര കൊല്ലമായി താലൂക്ക് ഹോസ്പിറ്റലിൽ? ഞാനൊരു 5 വർഷം. അതിനു മുമ്പ് എവിടെയായിരുന്നു? ഞാൻ ഈ പഠിപ്പ് കഴിഞ്ഞ ഉടനെ റൂറൽ സെക്ടറിലൊരു വോളണ്ടറി സർവീസ് ചെയ്തിട്ടുണ്ട് കുറച്ച് നാളത്തേക്ക്. അത് കഴിഞ്ഞാണോ ധർമ്മപുരത്തെത്തിയത്? അതെ. എബി അപ്പോ നേരത്തെ ഉണ്ടായിരുന്ന ചാനലിൽ നിന്ന് ഇറങ്ങിയല്ലേ? ഓ സാറേ, ഇപ്പോൾ ഓൺലൈനാ. ഓർമ്മയില്ലേ, അന്ന് MLAക്കെതിരെ വാർത്ത കൊടുത്തത് വലിയ വിഷയമായി. ജീവിക്കാൻ വിടാതായപ്പോൾ പേടിച്ച് തന്നെയാണ് ഫേക്ക് നെയിമിൽ പിടിച്ചത്. അതേ പിന്നെ ഓൺലൈനിൽ എഴുതുന്നത് വേറെ പേരില്ല. 4 കൊല്ലമായി അതിൻ്റെ പിറകെ. സോളിഡ് എവിഡൻസ് ഇല്ലാതെ പൂട്ടാൻ പറ്റില്ലായിരുന്നല്ലോ.